ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ഫോർ ഹാവിംഗ് പ്ലസ് V3. V3 എന്നാൽ വേർബിൻ്റെ തേർഡ് ഫോം അല്ലെങ്കിൽ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. ഫോർ ഹാവിംഗ് എന്നതിൻ്റെ കൂടെ വേർബിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ചേരുമ്പോൾ എന്താണ് സംഭവിക്കുക, അതല്ലെങ്കിൽ എന്ത് മീനിങ് ആണ് കിട്ടുക, അത് എങ്ങനെയാണ് ഉപയോഗിക്കുക എന്നാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ നെഗറ്റീവ് ഫോം ഫോർ ഹാവിംഗ് പ്ലസ് V3 എന്നതിൻ്റെ നെഗറ്റീവ് ഫോം ഫോർ നോട്ട് ഹാവിംഗ് പ്ലസ് V3 അതും നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. അപ്പോൾ നമുക്ക് ലെസണിലേക്ക് കടക്കാം. ആദ്യം ഞാനൊരു സെൻറ്റൻസ് പറയാം. അവൾ സ്കൂളിൽ കൃത്യസമയത്ത് എത്തിയതുകൊണ്ട് ഞാൻ അവളെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. ഈ ഒരു സെൻറ്റൻസ് നമുക്ക് ഇംഗ്ലീഷിൽ പറയണമെങ്കിൽ ഒരുപാട് വഴികളുണ്ട്. ബിക്കോസ് ഉപയോഗിച്ച് പറയാം, സോ ഉപയോഗിച്ച് പറയാം, അങ്ങനെയൊക്കെ പറയാം. അപ്പോൾ ബിക്കോസ് ഉപയോഗിച്ച് എങ്ങനെ പറയാം? ഐ അപ്രീഷിയേറ്റ് ഹെർ ബിക്കോസ് ഷീ ഹാസ് റീച്ച് ദ സ്കൂൾ ഓൺ ടൈം. ബിക്കോസ് ഉപയോഗിച്ച് സാധാരണ രീതിയിൽ നമ്മൾ പറഞ്ഞു. പക്ഷേ നമുക്കിവിടെ ആവശ്യം ഫോർ ഹാവിംഗ് എങ്ങനെ ഇത്തരം ഒരു മീനിങ് കിട്ടുന്നതിന് ഉപയോഗിക്കും എന്നതാണ്. ഫോർ ഹാവിംഗ് പ്ലസ് V3 ഫോം ആണ് ഇവിടെ ഉപയോഗിക്കുക. ഫോർ ഹാവിംഗ് പ്ലസ് V3 എന്ന് പറയുന്നത് ഒരു അഡ്വാൻസ് സ്ട്രക്ചറാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഇവിടെ ഉപയോഗിക്കുന്നത് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഐ അപ്രീഷിയേറ്റ് ഹെർ ഫോർ ഹാവിംഗ് റീച്ച് ദ സ്കൂൾ ഓൺ ടൈം. അവിടെ നമ്മൾ ഫോർ ഹാവിംഗ് പ്ലസ് V3 ഉപയോഗിച്ചു. റീച്ച് എന്നതിൻ്റെ V3 ഫോമാണ് റീച്ച്ഡ്. അവൾ സ്കൂളിൽ കൃത്യസമയത്ത് എത്തിയതുകൊണ്ട് ഞാൻ അവളെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു എന്ന മീനിങ് തന്നെ കിട്ടി. ഇവിടെ ഫോർ എന്ന ഒരു വേർഡ് ഹാവിങ്ങിന് മുമ്പ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഫോർ എന്നാൽ ബിക്കോസ് എന്ന മീനിങ് തന്നെയാണ്. എന്തുകൊണ്ടാണ് അവൾ അപ്രീഷിയേറ്റ് ചെയ്യുന്നത്? ഫോർ ഹാവിംഗ് റീച്ച് ദ സ്കൂൾ ഓൺ ടൈം. ഞാനാണ് അപ്രീഷിയേറ്റ് ചെയ്യുന്നത്, അവളാണ് സ്കൂളിൽ എത്തിയത്. ഐ കൺഗ്രാറ്റുലേറ്റഡ് ഹിം ഫോർ ഹാവിംഗ് സ്കോർഡ് ഹൈ മാർക്സ്. ഞാൻ അവനെ കൺഗ്രാറ്റുലേറ്റ് ചെയ്തു. ഐ കൺഗ്രാറ്റുലേറ്റഡ് ഹിം. എന്തിനാ? ഫോർ ഹാവിംഗ് സ്കോർഡ് ഹൈ മാർക്സ്. നല്ല മാർക്ക് സ്കോർ ചെയ്തതിന് ഞാൻ കൺഗ്രാറ്റുലേറ്റ് ചെയ്തു. അവിടെയും ഫോർ ഹാവിംഗ് സ്കോർഡ്. സ്കോർ എന്നത് വേർബിൻ്റെ V1 ഫോമാണ്. സ്കോർഡ് എന്നത് തേർഡ് ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഓഫ് സ്കോർ. വേറൊരു സെൻറ്റൻസ്, ഹി സപ്പോർട്ട്സ് മീ ഫോർ ഹാവിംഗ് സപ്പോർട്ടഡ് ഹിം. ഹി സപ്പോർട്ട്സ് മീ എന്ന് പറഞ്ഞാൽ അവൻ എന്നെ സപ്പോർട്ട് ചെയ്യാറുണ്ട് അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യുന്നു. എന്തിനാണ്? ഫോർ ഹാവിംഗ് സപ്പോർട്ടഡ് ഹിം. അവിടെ എന്താ? ഞാൻ അവനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് അവൻ എന്നെ സപ്പോർട്ട് ചെയ്യുന്നത്. ഹി സപ്പോർട്ട്സ് മീ ഫോർ ഹാവിംഗ് സപ്പോർട്ടഡ് ഹിം. അവനെ ഞാൻ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് അവൻ എന്നെ സപ്പോർട്ട് ചെയ്യുന്നു. ഇവിടെ സപ്പോർട്ട് എന്നത് V1 ഫോം, സപ്പോർട്ടഡ് V3 ഫോം. ഇനി ഷീ റെസ്പെക്ട്സ് യു ഫോർ ഹാവിംഗ് സ്റ്റുഡ് ബൈ ഹെർ. ഷീ റെസ്പെക്ട്സ് യു എന്നാൽ അവൾ നിന്നെ റെസ്പെക്റ്റ് ചെയ്യുന്നു. ഫോർ ഹാവിംഗ് സ്റ്റുഡ് ബൈ ഹെർ. സ്റ്റുഡ് ബൈ എന്നതാണ് അവിടെ വേർബ്. സ്റ്റാൻഡ് ബൈ എന്നാൽ കൂടെ നിൽക്കുക, പല കാര്യങ്ങൾക്കും കൂടെ നിൽക്കുക, അതാണ് സ്റ്റുഡ് ബൈ എന്നത് സ്റ്റാൻഡ് ബൈ എന്നതിൻ്റെ V3 ഫോമാണ്. സ്റ്റാൻഡ് ബൈ, സ്റ്റുഡ് ബൈ. ഷീ റെസ്പെക്ട്സ് യു, നിന്നെ റെസ്പെക്റ്റ് ചെയ്യുന്നു. എന്തിനാണ് എന്നാണ് പിന്നീട് പറയുന്നത്. ഫോർ ഹാവിംഗ് സ്റ്റുഡ് ബൈ ഹെർ, അവളുടെ കൂടെ നിന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് റെസ്പെക്റ്റ് ചെയ്യുന്നത്. ഷീ റെസ്പെക്ട്സ് യു ഫോർ ഹാവിംഗ് സ്റ്റുഡ് ബൈ ഹെർ. അപ്പോൾ ഫോർ ഹാവിംഗ് പ്ലസ് V3യുടെ ഉപയോഗം മനസ്സിലായല്ലോ. ഇനി അതിൻ്റെ തന്നെ നെഗറ്റീവ് ഫോമാണ് ഫോർ നോട്ട് ഹാവിംഗ് എന്നുപയോഗിക്കുന്നത്. അത് എങ്ങനെ ഉപയോഗിക്കും നോക്കാം. ഷീ ക്രിറ്റിസൈസ്ഡ് ഹിം ഫോർ നോട്ട് ഹാവിംഗ് പെയ്ഡ് ഹെർ സാലറി. ക്രിറ്റിസൈസ് ചെയ്യുക മീൻസ് വിമർശിക്കുക. ഷീ ക്രിറ്റിസൈസ്ഡ് ഹിം ഫോർ നോട്ട് ഹാവിംഗ് പെയ്ഡ് ഹെർ സാലറി. അവൾ അവനെ വിമർശിച്ചു. എന്തിനാ? ഫോർ നോട്ട് ഹാവിംഗ് പെയ്ഡ് ഹെർ സാലറി. അവളുടെ സാലറി പേ ചെയ്യാതിരുന്നതിന്. അവളുടെ സാലറി അവൻ പേ ചെയ്തില്ല, അതുകൊണ്ട് അവൾ അവനെ ക്രിറ്റിസൈസ് ചെയ്തു. പെയ്ഡ് എന്നത്
വേർബിൻ്റെ V3 ഫോമാണ്. പേ, പെയ്ഡ്, പെയ്ഡ്. ടീച്ചർ സ്കോൾഡഡ് ഹിം ഫോർ നോട്ട് ഹാവിങ് ഡൺ ദ ഹോംവർക്ക്. ടീച്ചർ സ്കോൾഡഡ് ഹിം. ടീച്ചർ അവനെ വഴക്കു പറഞ്ഞു. എന്തിനാണ്? ഫോർ നോട്ട് ഹാവിങ് ഡൺ ദ ഹോംവർക്ക്. ഹോംവർക്ക് ചെയ്യാതിരുന്നതിന്. ഡൺ V3 ഫോമാണ്. ഡു, ഡിഡ്, ഡൺ. ഹി ഈസ് ആംഗ്രി വിത്ത് മീ ഫോർ നോട്ട് ഹാവിങ് ഹെൽപ്ഡ് ഹിം. ഹി ഈസ് ആംഗ്രി വിത്ത് മീ. അവൻ എന്നോട് ദേഷ്യത്തിലാണ്. ഫോർ നോട്ട് ഹാവിങ് ഹെൽപ്ഡ് ഹിം. അവനെ സഹായിക്കാതിരുന്നതിന്. ഫോർ നോട്ട് ഹാവിങ് ഹെൽപ്ഡ് ഹിം. അവനെ സഹായിക്കാതിരുന്നതിന് അവൻ എന്നോട് ദേഷ്യത്തിലാണ്. ഇപ്പോൾ ഫോർ ഹാവിങ് പ്ലസ് V3, ഫോർ നോട്ട് ഹാവിങ് പ്ലസ് V3 എങ്ങനെ ഉപയോഗിക്കുമെന്ന് മനസ്സിലായില്ലേ? അപ്പോൾ ഇത്തരം സെൻറ്റൻസസ് പ്രാക്ടീസ് ചെയ്യുക.